ഹായ് എവരിബഡി. ഹായ് എവരിബഡി. ഗുഡ് മോർണിംഗ്, വെരി മോർണിംഗ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതവിടെ വെച്ചേക്ക് എന്ന് പറയണേ ഇന്നത്തെ വീഡിയോ. എന്ത് തെറ്റിദ്ധാരണ എന്നല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മേലുദ്യോഗസ്ഥർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ധാരണയിൽ നമ്മളെ ആരെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടും. നമ്മളെ പരാതി ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ ധരിച്ച് വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും സാധാരണ ആൾക്കാർ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, വലിയ വ്യത്യാസമൊന്നുമില്ല, പിന്നെ രാഷ്ട്രീയ പിൻബലവും പൈസയും ഇല്ലെങ്കിൽ ഏത് സാധാരണക്കാരനെയും കള്ളനാക്കും, സാധാരണ പോലെ ജീവിക്കുന്ന സ്ത്രീയെ വേശ്യയാക്കും, പിന്നെ 108 തെളിയാത്ത കേസ് നിരപരാധീൻ്റെ തലയിൽ കൊണ്ടിടും. സാധാരണ പോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷമിച്ച് വന്ന സ്ത്രീകളൊക്കെ മറ്റേതായിട്ട് മുദ്ര കുത്തും. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അതിൻ്റെ പിറകിലൊന്ന് നടക്കണം. നീതിക്ക് വേണ്ടിയിട്ടല്ല. നീതി കിട്ടൂല, നീതി ഒരിക്കലും കിട്ടൂല. ഒരു സ്റ്റേഷനിലും ഒരു മേലുദ്യോഗസ്ഥൻ്റെ അടുത്തുനിന്നും ഒരു പോലീസ് സ്റ്റേഷനിലും നീതി കിട്ടൂല. എന്തിനാ നടക്കുന്നതെന്നല്ലേ? നടക്കുന്നത് പരാതി കൊടുത്തത് നമ്മൾക്ക് ഓർമ്മയുണ്ട്, അടിച്ചാക്ക് മറന്നിട്ടില്ല. അടിച്ചാക്ക് മറക്കും, കൊണ്ടാക്ക് മറന്നിട്ടില്ല എന്ന് ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടണം. അതിനുള്ളൊരു എക്സാമ്പിളായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഏപ്രിൽ 2 തിരുവനന്തപുരത്തെ എൻ്റെ 10 ദിവസത്തെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിൻ്റെ ഇടയിൽ ഒരു നീതിയില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, മേലാളന്മാരൊന്നും താഴേക്ക് ഇറങ്ങി വരൂലല്ലോ. അതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല പോയത്, പബ്ലിക് അറിയാൻ വേണ്ടി പോയതാ. പ്രശസ്തമായ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ 4 ആൾ അറിയാൻ പോയതോ. അങ്ങനെ നമ്മളിപ്പോൾ നീതി നാളെ സ്വിച്ച് ഇട്ടിട്ട് നീതി കിട്ടുമെന്ന് വിചാരിച്ച് പോയതോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചെടുക്കണോ എന്ന് പറയാനൊന്നും പോയതല്ല. 4 ആൾ അറിയാൻ പോയതാ, 4 ആൾ അറിഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, തളിപ്പറമ്പ് CIൻ്റെ അടുത്ത് 49/25 12/1 പരാതി കൊടുത്തിട്ടുണ്ട്. അത് അയാൾ ഇതുവരെ എടുത്തിട്ടില്ല. അതും എൻ്റെ ആവശ്യങ്ങളൊക്കെ വെച്ചും കൊണ്ട്, കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല, ഒരു 5 ആവശ്യം വെച്ചും കൊണ്ട് ഞാൻ DGPക്ക് ഡയറക്റ്റ് പരാതി കൊടുത്തു. ഏപ്രിൽ 2, മറ്റേത് ജനുവരി 2. അപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ വേനലും വർഷങ്ങളും പിന്നെ മഴയും വെയിലും വന്നു പോകുമെന്ന് പറഞ്ഞ പോലെ, പണ്ട് കവി പറഞ്ഞ പോലെ അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം ക്ഷമിച്ച് നിന്ന് ഞാൻ ഇന്നലെ രാവിലെ DGP ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഉച്ച വരെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്ക്, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്ക്, അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം, ഇങ്ങോട്ട് കണക്ട് ചെയ്യണം, അവിടെ ബിസിയാണ്, ഇവിടെ ബിസിയാണ്, വന്ന് ഏകദേശം ഒരു 12 മണിയാകുമ്പോഴേക്കും ഏകദേശം എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാന്നുള്ളത് കിട്ടി, തപ്പിപ്പിടിച്ചെടുത്തു. അതായത് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കേരളത്തിലെ ഒരു സ്ഥലത്ത് എൻ്റെ എൻക്വയറിക്ക്, എൻ്റെ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മൊഴി എടുക്കാനുള്ള വിവരം ഇന്നലെ 12 മണിക്കുള്ളിൽ കിട്ടി. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു, സ്വിച്ച് ഓഫ് ആയിരുന്നു ആസ് യൂഷ്വൽ, പല ഡ്യൂട്ടിയും കാണും. താഴെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു കോടതി ഡ്യൂട്ടിയാണെന്ന്. സാധാരണയാണല്ലോ. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, ഞാനാണ് ആ പരാതിക്കാരി, എനിക്ക് പരാതിയൊന്നും മറന്നിട്ടില്ല, ഞാൻ ആ പരാതിക്ക് മൊഴി തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം എന്നോട് കോഴിക്കോട് റൂറൽ എന്ന് പറഞ്ഞത് 7-ാം തീയതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഏപ്രിൽ 7 എൻ്റെ മൊഴി എടുക്കാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്.
ഫയല്. ആ 7-ാം തീയതി ഫയല് ഈ സമയം വരെ അനങ്ങിയിട്ടില്ല. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം, ഇതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ, ഇതാണ് കേരളത്തിലെ സാധാരണ നീതി, ഇതാണ് ഉന്നതരുടെ ഇടപെടൽ. 7-ാം തീയതി ഫോർവേഡ് ചെയ്തു എന്ന് കോഴിക്കോട് റൂറലിന് പറഞ്ഞത് ഈ സമയം വരെ എൻ്റെ മൊഴി എടുത്തിട്ടില്ല. ഈ സമയം വരെ എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ വളരെ ശക്തമായിട്ട് ആ ഓഫീസിൽ സംസാരിച്ചു. എനിക്ക് മൊഴി തരണം, എന്നെ ഒന്ന് കേൾക്ക്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായ അരാജകത്വത്തിനെതിരെയാണ് ഞാൻ പോയത്. ദയവേത് നിങ്ങൾ എന്നെ ഒന്ന് കേൾക്ക് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫോൺ വെച്ചു. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കിപ്പോൾ SP ആവാനോ സാധാരണ ഒരു പോലീസ് എൻക്വയറി ഇടാനൊന്നും ഉത്തരവിടാനൊന്നും യോഗ്യത ഇല്ല ആളല്ലല്ലോ സാധാരണക്കാര്. സാധാരണക്കാര് ഗതികെട്ടവരല്ലേ. അതായത് നിങ്ങൾ പുറത്തു പോകാൻ പറയുമ്പോൾ പോകണം, നിങ്ങൾ വേശ്യാന്ന് മുദ്ര കുത്തുമ്പം അതെ എന്ന് പറയണം, എല്ലാ ദിവസവും മേലാളന് കിടന്നു കൊടുക്കണം, അല്ലെങ്കിൽ മേലാളനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കിടന്നു കൊടുക്കണമെങ്കിൽ കൊടുക്കണം. മേലാളിച്ചിനെ എല്ലാ ദിവസവും പോയി തൊഴുത് നമസ്കരിക്കണം. പ്രതികരിക്കരുത്. പബ്ലിക്കായിട്ട് ചുമരെഴുതി എഴുതിയിട്ടവനെതിരെ പ്രതികരിച്ചതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എത്ര സ്ത്രീകൾ പ്രതികരിക്കാതെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ മേലധികാരിൻ്റെ അടുത്തോ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തോ പരാതി കൊടുക്കാൻ പോകുമ്പോൾ ചാരിത്രം നഷ്ടപ്പെടാതെ നോക്കണം, ശരീരഭാഗങ്ങൾ കാണിക്കാതെ നോക്കണം, വസ്ത്രം ശ്രദ്ധിക്കണം, പിന്നെ സംസാരം ശ്രദ്ധിക്കണം, വസ്ത്രം ശ്രദ്ധിക്കണം, ചാരിത്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ കുലസ്ത്രീയായിട്ട് ജീവിക്കുന്നതായിരിക്കണം. ഇതൊന്നും അല്ലാത്തവർ ദയവ് ചെയ്ത് പരാതി കൊണ്ട് ഇറങ്ങരുത്. ചാരിത്രം നഷ്ടപ്പെടുത്തിയവരൊന്നും പോവരുത്. അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നവരോ അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നവരൊന്നും പരാതിയായിട്ട് പോവരുത്. പിന്നെ ഡിവോഴ്സ് ആയവർ പോവരുത്, ഭർത്താവ് മരിച്ചവർ പോവരുത്, നീതിക്ക് വേണ്ടിയിട്ട് പോവരുത്. പോയി കഴിഞ്ഞാൽ ഉള്ള ചാരിത്രം കൂടി പോയി കിട്ടും. അതുകൊണ്ട് നമ്മളാരും എന്തെങ്കിലും നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഓഫീസ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വൃഥ. പക്ഷേ പൊതുജനങ്ങൾ അറിയണം, ഇവിടെ കുറേ പ്രതിപക്ഷമുണ്ട്, ഇവിടെ കുറേ മറ്റ് പാർട്ടിക്കാരുണ്ട്, ഒരു വസ്തുവിന് കൊള്ളാത്ത കുറേ ടീമുണ്ട് ഇവിടെ. നേരെ മറിച്ച് എൻ്റെ പാർട്ടിയായ CPM പ്രതിപക്ഷത്ത് നിൽക്കുമ്പം ഇതുപോലുള്ള ഗുണ്ടായിസ് അനുവദിക്കോ? ഞാൻ എന്നേ നീതി വാങ്ങിയനെ. എൻ്റെ പാർട്ടിയായ CPM, ശ്രീലതയുടെ പാർട്ടിയായ CPM, എൻ്റെ പാർട്ടിയായ CPM, എൻ്റെ പാർട്ടിയിലെ പിന്നെ സർവീസ് സംഘടനയായ NGO യൂണിയനാണ് പ്രതിപക്ഷത്തെങ്കിൽ എന്നെ ഒരു മൺതരി ഇടാൻ വിടൂല, എന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ വിടൂല. അവിടെയാണ് കളി. എൻ്റെ പാർട്ടിയാണ് പ്രതിപക്ഷത്തെങ്കിൽ ശ്രീലതയ്ക്ക് ഇതുപോലെയുള്ള ഒരനുഭവം ഉണ്ടാവില്ല. എന്നെ ഒന്നിങ്ങനെ തൊടാൻ വിടൂല, എന്നെ ഒന്ന് തൊടാൻ വിടൂല. എൻ്റെ പാർട്ടിൻ്റെ യൂണിയനാണ് പ്രതിപക്ഷത്തെങ്കിൽ ഇതുപോലെയുള്ള യാതൊരു വിഷയവും ഉണ്ടാവില്ല. ഉണ്ടായെങ്കിൽ തന്നെ അത് പുറം ലോകം അറിയില്ല. അതുകൊണ്ട് ചാരിത്രം ഇല്ലാത്തവരോ ചാരിത്രം നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പണമില്ലാത്തവർ ആണുങ്ങളില്ലാത്തവർ ഡിവോഴ്സ് ആയവരൊന്നും ദയവ് ചെയ്ത് ഒരിടത്തും പരാതിക്ക് പോവരുത്. തളിപ്പറമ്പ് CIൻ്റെ പരാതി 2 മാസം ആ ഉദ്യോഗസ്ഥൻ എന്തിന് ഫ്രീസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറയിപ്പിച്ചിട്ടേ ഞാൻ ജീവിക്കൂ. എൻ്റെ മേലുദ്യോഗസ്ഥൻ കാണിച്ച തെമ്മാടിത്തരം എന്താണെന്ന് പറയിപ്പിച്ചിട്ടേ ഞാൻ ജീവിക്കൂ. ഡയറക്ടർ ചെയ്ത തെമ്മാടിത്തരത്തിന് കൂട്ടുന്നത് എന്തിനാന്ന് അറിഞ്ഞിട്ടേ ഞാൻ ജീവിക്കൂ. എനക്കൊരു ചാരിത്രവും ഇല്ല, എനിക്കൊരു പാതിവൃത്യവും, എനിക്ക് യാതൊന്നുമില്ല, പണവുമില്ല, പദവിയുമില്ല, ഒന്നുമില്ല. പക്ഷേ ജീവനുണ്ടെങ്കിൽ തെളിയിക്കും. ജീവനുണ്ടെങ്കിൽ നീതിൻ്റെ ഏതറ്റം വരെയും പോകും. കാരണം വിത്ത് എവിഡൻസ്.
തെമ്മാടിത്തരം കളിച്ചവര് ഭീഷണിപ്പെടുത്തിയിട്ടും സർവീസിൽ നിന്ന് പുറത്തിട്ടിട്ടും പോലീസിനെ സ്വാധീനിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് ഞങ്ങളെ ഉള്ളം കയ്യിലാന്ന് വെല്ലുവിളിച്ചിട്ടും എന്നെ അകാരണമായിട്ട് ദ്രോഹിച്ചപ്പോൾ ഇവർ ഇത്രയും പ്രതിഷേധം പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവരാദ്യം പറഞ്ഞത് നിന്റെ ചാനൽ പൂട്ടിക്കടിയെന്നാണ്. കാരണം ഞാൻ സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഇവർ വലിയ വലിയ മാധ്യമങ്ങളെല്ലാം വിലക്കി, ഇവരെല്ലാവരെയും വിലക്കി. ഇവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ എല്ലാം എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഫയൽ ക്ലോസ് ചെയ്യിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഉത്തരം ഉദ്യോഗസ്ഥന്മാർ പറയണം, തളിപ്പറമ്പ് CI പറയണം, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറും പറയണം, താൽക്കാലികമായിട്ടിരുന്നൊരു മറ്റേ മേലാളനുണ്ടല്ലോ, ഇപ്പോൾ ചവിട്ടി പുറത്തിട്ട മേലാളി, അവനും പറയുന്ന, മേലാളിച്ചിയും പറയണം. തെമ്മാടിത്തരത്തിന് കൂട്ടുന്നതിന് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാണ്ട് ശ്രീലത ജീവിക്കൂല. ഞാൻ തെറ്റിദ്ധരിച്ചു, മേലെ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ നടപടി ഉണ്ടാവുമെന്ന്. പക്ഷേ മേലെന്ന് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയ തലസ്ഥാനത്തുനിന്ന് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് റൂട്ട് മാറിയത്. കോഴിക്കോട് വരെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് വിത്ത് എവിഡൻസ്. ഒഫീഷ്യൽ കാര്യം നടക്കുന്നതിന് മുന്നേ പബ്ലിസിറ്റിക്ക് വെക്കുന്നില്ല, തരാം. എൻക്വയറി കഴിഞ്ഞ ഉടനെ ഏത് നമ്പർ പ്രകാരം ഏത് ഡേറ്റിനാണ് ഫയല് തിരുവനന്തപുരത്ത് നിന്ന് നീങ്ങിയത് എന്നുള്ളത് ഞാൻ എവിഡൻസ് തരും. അതായത് കോഴിക്കോട് റൂറൽ അവിടെ വരെ കറക്റ്റായിട്ട് ഫയൽ വന്നിട്ടുണ്ട് ഏപ്രിൽ 7-ാം തീയതി. അതിന് കളി നടന്നത്. അപ്പോൾ കാസർഗോഡ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, SP ഓഫീസിലൊക്കെ ഞാൻ റിപ്പോർട്ട് തേടി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്നു, കൃത്യമായി മൊഴി കൊടുക്കും. മരിക്കുന്നത് വരെ ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് പോരാടും. പിന്നെ ചാരിത്രക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പം പോയ ചാരിത്രം ഇപ്പം തിരിച്ചെടുക്കാനൊന്നും പറ്റൂല. ഉള്ള ചാരിത്രം വെച്ച് പോരാടാന്നല്ലാതെ ഇനിയിപ്പം പോയ ചാരിത്രമൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പിന്നെ കക്കാനും കളവ് പറയാനും പോയിട്ട് കുറേ പണം ഉണ്ടാക്കാൻ പറ്റുമോ? സംഘടനാ പ്രവർത്തനത്തിൻ്റെ മേലെയോ പാർട്ടി പ്രവർത്തനത്തിൻ്റെ മേലെയോ ഒക്കെ പോകണം, കുറേ പണം ഉണ്ടാക്കണമെങ്കിൽ. ഇനിയിപ്പം അതും താല്പര്യമില്ല. പിന്നെന്താ വേണ്ട? ആ കുലസ്ത്രീ ആവണം. കുലസ്ത്രീ പണ്ടേ അല്ല. ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സ്വന്തം വ്യക്തിത്വം വെച്ചിട്ട് അങ്ങ് പോരാടാം. എന്തേ നിങ്ങളുടെ അഭിപ്രായം പറയണം. സ്വന്തം വ്യക്തിത്വം വെച്ചിട്ട് ഞാൻ ഡീസൻ്റ് ഒന്നുമല്ല, ഞാൻ ഡീസൻ്റേ അല്ല, ഞാൻ കുലസ്ത്രീയേ അല്ല, എനിക്ക് ചാരിത്രവും ഇല്ല, അതും നഷ്ടപ്പെട്ടു. ഞാൻ ഡീസൻറ്റും അല്ല, ഒന്നുമല്ല, വട്ടപൂജ്യം, പൈസയില്ല. ഞാൻ പോരാടണോ വേണ്ടോ നീ വീഡിയോ കാണുന്നവർ പറഞ്ഞാൽ മതി. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടും പറയുക, എൻ്റെ നീതി വേണോ, ഞാൻ പോരാടണോ, എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്താണ് പ്രശ്നമെന്ന് പലരും ചോദിക്കുന്നുണ്ട്, എന്താണെന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ണൂരെ തെമ്മാടിത്തരം മേലധികാരികളും പോലീസിൻ്റെയും ഒത്തുകളി തെമ്മാടിത്തരം നിങ്ങൾക്കറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചാരിത്രം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഉപദേശം എൻ്റെ ഈ ഒരു ഡിസംബർ 12 മുതൽ ഇന്നത്രയുടെ തീയതി 23, ഡിസംബർ 12 മുതൽ ഏപ്രിൽ 23 വരെയുള്ള ഒരു ജോലി സ്ഥലത്തുണ്ടായ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ അനുഭവം വെച്ചിട്ട്, എൻ്റെ അനുഭവം വെച്ചിട്ട് ചാരിത്രം നഷ്ടപ്പെടാതെ നോക്കുക. കെട്ട് നോട്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബഹുമാനപ്പെട്ട കോടതിനെ സമീപിക്കുക. നമുക്ക് നീതി കിട്ടും. സ്റ്റേഷന് നീതി കിട്ടൂല, മേലധികാരിൻ്റെ അടുത്തുനിന്ന് നീതി കിട്ടൂല, രാഷ്ട്രീയക്കാരുടെ അടുത്തൊന്നും നീതി കിട്ടൂല, ഒരു സാമൂഹ്യ പ്രവർത്തകരുടെ അടുത്തൊന്നും കിട്ടൂല. മനസ്സിലായല്ലോ? അനുഭവം ഗുരു, അത് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ചാരിത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക, സ്വഭാവത്തിൽ ശ്രദ്ധിക്കുക.
കുലസ്ത്രീയായി ജീവിക്കുക, പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ.